മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം തെറ്റാണെന്ന് ഡീൻ കുര്യാക്കോസ് എം.പി. മുല്ലപ്പെരിയാർ തർക്കങ്ങൾ പരിഹരിക്കാൻ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് സാധിക്കും. അതിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ. ഇപ്പോൾ കേരളത്തിന് ആശ്വാസകരമായ അവസ്ഥയുണ്ട്. സ്ഥലപരിശോധന നടത്തിയല്ല ഇപ്പോഴത്തെ കോടതി നിരീക്ഷണം. സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി പലപ്പോഴും തമിഴ്നാടിന് ഗുണകരമായി നിലപാട് സ്വീകരിച്ചു. ഇന്നത്തെ സുപ്രീം കോടതി പരാമർശം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒക്കെ തന്നെ നടത്തുന്നതായിട്ടുള്ള പല കമ്മിറ്റികളും പല നിരീക്ഷണങ്ങളും ഒന്നും ശരിയല്ല. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കോടതികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഈ മുല്ലപ്പെരിയാർ കേസിൽ ഉണ്ടായിട്ടുള്ള നിലപാട് ശരിയല്ല എന്നുള്ളതാണോ കേരളത്തിൻ്റെ പക്ഷം. കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. NDSAയുടെ അധീനതയിലേക്ക് അല്ലെങ്കിൽ NDSAയിലേക്ക് സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിൽ നിന്നും കേരളത്തിന് യാതൊരു നീതിയും കിട്ടിയിട്ടില്ല. മാത്രമല്ല, അവർ തമിഴ്നാടിനെ ഫേവർ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ NDSAയിലേക്ക് കാര്യങ്ങൾ വരികയും ഈ വിഷയത്തിലൊരു റീ ഓപ്പണിംഗ് ഇതിൻ്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ആത്യന്തികമായ നിലപാട് പുതിയൊരു ഡാം വേണം, കേരളത്തിന് സുരക്ഷ വേണം, തമിഴ്നാടിന് വെള്ളം വേണം. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാട് സാധൂകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് NDSAയുടെ പരിധിയിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ ഒരു റീ ഓപ്പണിംഗ് ആകും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം. അത് ഒരു ജഡ്ജിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഒരു നിരീക്ഷണമായിട്ടാണ്